ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിലെ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് നമുക്ക് വേണ്ടത് കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പ് എന്നും പറയും, ഇത് വടപ്പരിപ്പ് എന്നും പറയും. നമ്മൾ കടല പായസമൊക്കെ വെക്കാൻ വേണ്ടി നമ്മൾ എടുക്കില്ലേ പരിപ്പ്, അത് തന്നെയാണ് കുറച്ച് വലിയ സൈസിലുള്ളത്. നമ്മൾ പരിപ്പോടെ തയ്യാറാക്കിയെടുക്കാനും ഈ സെയിം കടലപ്പരിപ്പ് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ 1 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഗ്രാം കണക്ക് ഞാനിപ്പോൾ ഇതിൽ എഴുതി കാണിക്കാം. അപ്പോൾ ഈ കടലപ്പരിപ്പിന് പകരം നമുക്ക് ചെറുപയർ പരിപ്പിൽ ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. വേറെ ഒന്നും വലുതായിട്ട് ചേരുവകളൊന്നും ചേർക്കാതെ പെട്ടെന്ന് ഒരുപാട് നാൾ കേടാകാതെ സൂക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഇത് ചേർക്കുകയാണ്. കടലപ്പരിപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഇത് നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ കുതിർത്തെടുക്കാനും മാത്രം ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇത് കുതിർന്ന് വരുമ്പോൾ ഇങ്ങനെ പെരുകി ഇങ്ങനെ വരും. അതിൻ്റെ പേരിൽ കുറച്ചധികം വെള്ളം ചേർത്തിട്ട് വേണം നമ്മൾ നല്ലതുപോലെ ഒന്ന് കുതിർത്തെടുക്കാനായിട്ട്. ആവശ്യത്തിന് വെള്ളമെല്ലാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഒരു 2-3 മണിക്കൂർ നമ്മൾ നന്നായിട്ടൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കേണ്ട അല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് നാളത്തേക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം രാത്രിയിലൊന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് വെച്ചിട്ട് രാവിലെ എടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് നമ്മുടെ പരിപ്പെല്ലാം നല്ലതുപോലെ കുതിർന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ രാവിലെ എണീറ്റിട്ട് ഇതുപോലെ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർക്കുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തെ സ്നാക്ക് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ടാവും. ഇതിപ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂറോളമായിട്ടുണ്ട്. നമ്മുടെ കടലപ്പരിപ്പെല്ലാം നന്നായിട്ട് കുതിർന്ന് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് നല്ലതുപോലെ 2-3 വെള്ളത്തിലൊന്ന് കഴുകണം. കഴുകിയതിന് ശേഷം നമ്മളിത് ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് അരിച്ച് മാറ്റണം. എന്നാൽ ശരി, പെട്ടെന്ന് തന്നെ ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് അരിച്ച് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് അരിച്ച് മാറ്റിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കിച്ചൺ ടവലിലേക്ക് നമ്മളതൊന്ന് മാറ്റണം. കാരണം ഇതിൽ കംപ്ലീറ്റ് വെള്ളവും പോയിട്ടുണ്ടാവില്ല. അപ്പോൾ കിച്ചൺ ടവലിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് ഇത് നമ്മളൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇതിന് പുറത്തുള്ള വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും. അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളമൊക്കെ അരിച്ച് മാറ്റിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങി കിട്ടും. അങ്ങനെയും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പെട്ടെന്നുള്ള ആവശ്യത്തിനാണ് ഈ ഒരു രീതിയിൽ നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇതുപോലെ കടലപ്പരിപ്പിൽ മാത്രമല്ല നമുക്ക് ചെറുപയർ പരിപ്പിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ചെറുപയർ പരിപ്പാണെന്നുണ്ടെങ്കിൽ പോലും ഇതുപോലെ നമ്മൾ അതിന് പുറത്തുള്ള വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് തുടച്ച് മാറ്റണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് അതിൽ കംപ്ലീറ്റ് വെള്ളം ഡ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ കടലപ്പരിപ്പിലെ വെള്ളമൊക്കെ ഏകദേശം പോയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല, അത് കുഴപ്പമില്ല. നമുക്കെല്ലാം പോകണം എന്നുള്ള ആവശ്യമില്ല. എന്നാൽ ഒരുപാട് വെള്ളം ഒന്നും ഉണ്ടാകാൻ പാടില്ല, അതൊന്ന് മാറിക്കിട്ടണം, അത്രയേ ഉള്ളൂ. ഇതുപോലെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് എണ്ണയൊക്കെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണയെല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നേരിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല. പകരം ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് വെച്ചിട്ടാണ് നമ്മളിത് നന്നായിട്ട് വറുത്തെടുക്കുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് ഒന്നുപോലും ഇങ്ങനെ പുറത്തേക്കൊന്ന് സ്പ്രെഡായി പോകാതെ നല്ല കറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലുള്ള വലിയ അരിപ്പയില്ലാന്നുണ്ടെങ്കിൽ ചെറിയ അരിപ്പയിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളിതാ ഇതുപോലെ ഒന്ന് ഡ്രൈ ആക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ പരിപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സമയം ഫ്രൈ ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. ഇപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ചിരിച്ചില്ല എന്നുള്ള സൗണ്ട് ഉണ്ടല്ലോ, ഈ സൗണ്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സൗണ്ട് നിൽക്കുന്ന ടൈമിൽ നമ്മളിത് എടുക്കണം. കാരണം നമുക്കിത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടില്ല എന്ന് തോന്നിയിട്ട് നമ്മൾ വീണ്ടും ഇത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ വീണ്ടും ഇത് ഹാർഡായി പോകും. നല്ലതുപോലെ ഇങ്ങനെ കല്ല് പോലെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരരുത്. അതിൻ്റെ പേരിൽ ഈ സൗണ്ടൊക്കെ ഒന്ന് ചെറുതായിട്ടുള്ള മാറി കിട്ടുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടാവുമെന്ന്. ചൂടായിട്ടിരിക്കുമ്പോൾ ചെറുതായിട്ട് സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാവും. തണുത്തതിന് ശേഷം നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും ഇത് ഉണ്ടാവുന്നത്.
കുറച്ച് സമയം നമ്മൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും പിന്നീട് നമുക്ക് ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സൗണ്ട് കേൾക്കാൻ പറ്റും. ഇതുപോലെ അതിനുശേഷം പിന്നെ നമുക്കിത് എടുക്കാവുന്നേ ഉള്ളൂ. പിന്നീട് നമ്മൾ കളറ് മാറുന്ന വരെയിട്ട് ഫ്രൈ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. തണുക്കുമ്പോഴത്തേക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവും. ഈ സമയത്ത് ചെറിയൊരു സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ മാത്രമേ ഇത് ക്രിസ്പി ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിലിപ്പോൾ കുറച്ച് എണ്ണ ഉണ്ടാവും. ആ എണ്ണയൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കിച്ചൺ ടവലിലേക്കോ നമുക്ക് മാറ്റാം. ഞാനിപ്പോൾ ഒരു ഫ്രൈയിങ് പാൻ എടുത്തതിൻ്റെ പേരിലാണ് ഇതിലേക്ക് വളരെ കുറച്ച് മാത്രമേ എനിക്ക് ചേർക്കാൻ പറ്റുന്നുള്ളൂ. അതല്ല നമ്മൾ ചെറിയ കുഴിഞ്ഞൊരു കടായി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ മുങ്ങി നിൽക്കും. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടിട്ട് തന്നെ നന്നായിട്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. ഇതുപോലെ നന്നായിട്ട് ഞാനിപ്പോൾ എല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇതിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മസാലയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആ മസാലയും കൂടി പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് മസാലകളൊന്നും നമുക്കിതിനായിട്ട് ആവശ്യമായിട്ടില്ല. ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് മാത്രം നമുക്കിതിലേക്ക് മുളക് പൊടി ചേർക്കാം. നമ്മൾ നേരത്തെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഉപ്പ് ഈ സമയമല്ലാതെ നമുക്ക് പിന്നെ ചേർക്കാൻ പറ്റുന്നത്, നമ്മളിത് വെള്ളത്തിലിട്ട് കുതിർക്കാനിടില്ലേ, ആ സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ട് കുതിർക്കാനിടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് നമ്മുടെ ഈ കടലയിൽ നന്നായിട്ട് പിടിച്ചിട്ട് വരും. അപ്പോൾ അങ്ങനെയും ചെയ്യാവുന്നേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ ഇതുപോലെ ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിന് പുറമേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാറ്റ് മസാല ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ മാംഗോ പൗഡർ ചേർക്കാം. അതൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയ പുളിപ്പും അങ്ങനെ സ്പെഷ്യൽ ടേസ്റ്റാണ് കിട്ടുന്നത്. വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചേർക്കാവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള 2 ചേരുവകളാണ് ഇത് രണ്ടും. അപ്പോൾ ഇത് രണ്ടും മാത്രമേ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. ഇങ്ങനെ തന്നെ നമുക്കിത് കഴിക്കാവുന്നേ ഉള്ളൂ. സാധാരണ നമ്മൾ ഇതുപോലുള്ള ചന്നാ ദാൽ ഫ്രൈ ഒക്കെ ബേക്കറികളിൽ നിന്നാണ് വാങ്ങാറുള്ളത്. അതിന് പുറമെ നമുക്ക് വീട്ടിൽ തന്നെ സുഖമായിട്ട് ഇതെല്ലാം തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു എയർടൈറ്റ് ബോട്ടിലാക്കി ഏകദേശം ഒരു 20 ദിവസത്തോളം നമുക്കിത് സൂക്ഷിക്കാം. നമ്മുടെ ആ കടലപ്പരിപ്പിലുണ്ടായിരുന്ന ഏകദേശം എണ്ണയൊക്കെ ഈ ടിഷ്യൂ പേപ്പറിൽ നല്ലതുപോലെ വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ കംപ്ലീറ്റ് എണ്ണയും പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഒട്ടും എണ്ണയൊന്നും ഇല്ലാതെയാണ് ഇരിക്കുന്നത്. ഇത് വളരെ ക്രിസ്പി ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഇനി നമുക്ക് വീട്ടിലും ഇങ്ങനെയുള്ള ചന്നാ ദാൽ ഫ്രൈ ഒക്കെ ട്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഉറപ്പായിട്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കണം. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് ബാക്കിയുള്ളവർക്ക് ഒന്ന് തയ്യാറാക്കി നോക്കാനായിട്ട് തോന്നുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.